സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ മക്കളിൽ പലരും പലതരത്തിലുള്ള സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്നവരായിരിക്കും. ചിലപ്പം മദ്രസയിൽ നടക്കുന്ന പരിപാടിയായിരിക്കാം, ചിലപ്പം അമ്പലങ്ങളിൽ നടക്കുന്ന പരിപാടിയായിരിക്കാം, ചിലപ്പം പള്ളിയിൽ നടക്കുന്ന പരിപാടികളായിരിക്കാം. ഇത് നമ്മൾ യൂട്യൂബിൽ ലൈവ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പം ഉള്ളൊരു പ്രശ്നം, അതിനെങ്ങനെ തരണം ചെയ്യാന്നുള്ളതാണ് വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒട്ടുമിക്ക ആളുകൾക്കും ഒരു മെയിൽ ഐ ഡി ഉണ്ടാവും. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഒരു മെയിൽ ഐ ഡി ഉണ്ടാവും. അത് വെച്ചിട്ട് ഏതൊരാൾക്കും ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം വളരെ പെട്ടെന്ന് തന്നെ ലൈവ് ചെയ്യാനുള്ള അപ്രൂവൽ നമുക്ക് കിട്ടുന്നുമുണ്ട്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ മക്കളെ പരിപാടികൾ നമുക്ക് പിന്നീട് കാണാനും, ചിലപ്പോൾ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ ആരൊക്കെ ഗൾഫിലുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ അത് ലൈവായിട്ട് കാണാനൊരു താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. കുട്ടികൾ ഒരു സ്റ്റേജിൽ ഒരു പരിപാടി അവതരിപ്പിക്കുമ്പം അത് നമ്മൾ അവിടെയുള്ള സൗണ്ട് സിസ്റ്റം വെച്ചിട്ട് നമ്മളെ മൊബൈലിൽ അത് ലൈവ് വീഡിയോ റെക്കോർഡായിട്ട് ലൈവ് പോകുമ്പോഴുള്ള ഒരു പ്രശ്നം, വീഡിയോ ഫോണിൻ്റെ ക്ലിയർ അനുസരിച്ച് നല്ല ക്ലിയർ ആയിരിക്കും, പക്ഷേ സൗണ്ട് ഒരിക്കലും നമുക്ക് പെർഫെക്റ്റായ ഒരു സൗണ്ട് കിട്ടൂല. സ്റ്റേജ് പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തുള്ള സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് അത്രയും വലിയ സൗണ്ടുകളുള്ള സൗണ്ട് സിസ്റ്റങ്ങളായിരിക്കും. അതുപോലെ ആ സൗണ്ട് സിസ്റ്റത്തിൽ ഉപരി അവിടെ നടക്കുന്ന എല്ലാ കച്ചറ സൗണ്ടുകളും എന്ത് ചെയ്യും, നമ്മളെ മൊബൈലിൽ എടുക്കുന്ന ഈ ലൈവിൽ ഔട്ട് പോവും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായ ഒരു ക്ലിയറിൽ അത് കിട്ടൂല. വീഡിയോ ക്ലിയർ ആയിരിക്കും, പക്ഷേ നമുക്ക് എന്താവില്ല, സൗണ്ട് ക്ലിയർ ആയിരിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതുപോലെ ചിലർ ഈ പാട്ടിൻ്റെ അസുഖങ്ങളുള്ള ആളുകളുണ്ടാവും, സ്വയം പാട്ട് പാടി റെക്കോർഡ് ചെയ്യുക, അങ്ങനെയുള്ള താല്പര്യങ്ങളുള്ളവർക്ക്. അപ്പോൾ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിലും യൂസ് ചെയ്യാൻ പറ്റുന്ന V8 എന്ന് പറയുന്ന ഒരു സൗണ്ട് കാർഡാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. വളരെ സിമ്പിൾ സാധനമാണ്. ഞാൻ ഏകദേശം ഇത് വാങ്ങിച്ചിട്ട് 6 മാസം കഴിഞ്ഞു. 1200 സംതിങ് ആണ് എനിക്ക് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. വളരെ എന്താ പറയുക, അത്യാവശ്യം ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. എന്നാൽ ഇതിന് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ക്ലിയർ ആയിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടാണ് പറയുന്നത്. ഞാൻ ഇത് വെച്ച് ചെയ്ത ഒരു യൂട്യൂബ് ലൈവ് പ്രോഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് താഴെ കൊടുക്കുക. നിങ്ങളതൊന്ന് ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുക. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കയറി കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായി അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഈ സംഭവം വളരെ സിമ്പിളാണ്. ഇതിൽ വരുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഞാൻ ഇതിവിടെ പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ലൈറ്റ് കത്തി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന മൊബൈലിൽ തന്നെയാണ് ഇത് ബ്ലൂടൂത്ത് കണക്റ്റ് ആയിട്ടുള്ളത്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ബ്ലൂടൂത്ത് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്. ഇത് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയത് ഇതുപോലത്തെ 2 കേബിൾ, ഒരു ഭാഗം ഓഡിയോ ജാക്കും ഒരു ഭാഗം മൈക്രോ USB-യും ആയിട്ടാണ് 2 കേബിളാണ് എനിക്ക് കിട്ടിയത്. പിന്നെ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ഇതിൽ കരുതേണ്ട 1-2 കാര്യങ്ങളൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്ന്, ഈ ടൈപ്പ് പിന്നാണ് നമുക്ക് വേണ്ടത്. അതായത് ഈ ഭാഗം നമ്മൾ വലിയ മൈക്കിനൊക്കെ വരുന്ന ടൈപ്പ് പിന്നും, ഈ ഭാഗം നമുക്ക് ഇതുപോലെ ഓഡിയോ ജാക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ടർ, ഈ ടൈപ്പ് കണക്ടർ. വളരെ സിമ്പിളായ ഒരു സംഭവമാണ്. കുറഞ്ഞ റേറ്റ് ഇതിന് വരുന്നുള്ളൂ. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 50 രൂപ അങ്ങനെ എന്തോ ആണ് ഈ പിന്നിന് എനിക്ക് അന്ന് വന്നത്. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്യാണ് വേണ്ടത്. കണക്ട് ചെയ്തിട്ട് ഈ ഭാഗം നമ്മൾ മിക്സറിലാണ് കണക്ട് ചെയ്യുക. ഈ ഭാഗമാണ് നമ്മൾ ഈ സൗണ്ട് കാർഡിൽ കണക്ട് ചെയ്യുക. അതായത് കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടി മൈക്ക് വഴി മിക്സറിൽ വന്നിട്ട് ആ മിക്സറിന് ആ കറക്റ്റ് വോയിസിനെ നമ്മൾ V8 സൗണ്ട് കാർഡിലേക്ക് കയറ്റി വിടും. അത് കയറ്റി വിട്ടിട്ട് ഇതിൽ നിന്ന് നമ്മളെ ഫോണിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, വോയിസ് വരേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് കൃത്യമായിട്ടൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. ഇത് നമ്മൾ മിക്സറിൽ കണക്ട് ചെയ്തു. ഈ ഭാഗം നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾ നോക്കുക. ഇവിടെ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന പിന്നുകളുടെ സംഭവങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. മൊബൈൽ 1, മൊബൈൽ 2, ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക്, അതുപോലെ ലാപ്ടോപ്പ് ചാർജിങ്, അതുപോലെ ഹെഡ്ഫോൺ സ്പീക്കർ, ഹെഡ്ഫോണ്, അതുപോലെ കണ്ടൻസഡ് മൈക്ക്, അതുപോലെ ഡൈനാമിക് മൈക്ക്. ഈ സംഭവങ്ങൾ ഇവിടെ കാണാം. ഇത് നമ്മൾ മിക്സറിൽ കണക്ട് ചെയ്ത ഈ ഭാഗം, ഇത് മിക്സറിൽ കണക്ട് ചെയ്തു. ഈ ഭാഗം എടുത്തിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ഈ ബാക്ക്ഗ്രൗണ്ട് ട്രാക്ക് എന്നുള്ള ഭാഗത്താണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മിക്സറിൽ വരുന്ന വോയിസ് ഇതിലേക്ക് വരും. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൽ നിന്നുള്ള വോയിസിനെ മൊബൈലിലേക്ക് മാറ്റണം. അതിന് ഈ മൊബൈൽ 1 എന്നുള്ളതിലോ മൊബൈൽ 2 എന്നുള്ളതിലോ നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ മൊബൈലിലേക്ക് ഈ വോയിസ് വരും. അപ്പോഴുള്ള പലർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മളിപ്പോൾ ഈ പിന്നിനെ ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുക.
ഈ പിന്ന് ഒട്ടുമിക്ക ഫോണുകളിലും ഇപ്പോൾ ഇല്ല, ഓഡിയോ ജാക്ക് ഇല്ല. അഥവാ ഉള്ള ഫോണുകളിൽ തന്നെ നമ്മൾ ഇതിൽ വരുന്ന വോയിസ് ഫോണിലേക്ക് കറക്റ്റ് കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. ഈ പിന്ന് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചതാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാനത് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ നിങ്ങളൊരു പിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കണക്ട് ചെയ്തിട്ട് നിങ്ങളെ ഫോണ് സി ആണെങ്കിൽ സി ചാർജ് ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ ഓഡിയോ നിങ്ങൾക്ക് ഇതിൽ കിട്ടും. പക്ഷേ ഈ പിന്ന് വളരെ സിമ്പിൾ സാധനമാണ്. ഈ പിന്നിൽ തന്നെ നമുക്ക് പല മൊബൈൽ ഷോപ്പുകളിലും കാണും 30 രൂപ 40 രൂപക്കൊക്കെ സാധനങ്ങൾ കിട്ടും. പക്ഷേ ഈ പിന്നിന് 150 രൂപ റേറ്റ് ഉണ്ട്. 30-40 രൂപക്ക് വാങ്ങുന്ന കേബിളുകളൊന്നും വർക്ക് ചെയ്യൂല. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ സാധനം തന്നെ വാങ്ങിക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഷോർട്ട് വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ സി ആണെങ്കിൽ നിങ്ങളെ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് നിങ്ങളെ ഫോണിൻ്റെ ഹെഡ്സെറ്റിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. ആദ്യം തന്നെ നിങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കണം വോയിസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ സംഭവങ്ങളാണ് നിങ്ങൾ കരുതേണ്ട കാര്യങ്ങൾ. പിന്നുള്ളൊരു വിഷയം എന്ന് പറയുന്നത് ഈ കേബിൾ ജസ്റ്റ് ഒരു 3/4 മീറ്റർ നീളമായി വരുന്നുള്ളൂ, ഒരു 75 സെൻറ്റിമീറ്ററൊക്കെ നീളം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റേജ് ഇരിക്കുന്നത് ഒരു ഭാഗത്തായിരിക്കും, അതുപോലെ ഈ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ഓപ്പറേറ്റർ ഇരിക്കുന്നത് ഒരു ഭാഗത്തുമായിരിക്കും. അപ്പോൾ നമ്മൾ ആ മിക്സറിന് ഈ ബാക്ക്ഗ്രൗണ്ട് ട്രാക്കിലേക്ക് വയർ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കൂടിയ വയർ വേണം. അവർ തന്നിട്ടുള്ളത് 75 സെൻറ്റിമീറ്ററൊക്കെ നീളമുള്ള ഒരു കേബിളാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നീളം കൂട്ടാമെന്നുള്ളതോടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ 2 കേബിളുകളിൽ ഒന്നാണ് നിങ്ങൾ ഈ കാണുന്നത്. ആദ്യം നമ്മളൊന്ന് മാറ്റി വെച്ചു. ഇത് ഞാൻ ജസ്റ്റ് നീളം കൂട്ടിയിട്ടുള്ളതാണ്. ഇത് വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ കുറച്ച് കച്ചറ വയറുകളൊക്കെ എടുത്തിട്ട് കണക്ട് ചെയ്തതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വയറിനെ സെൻറ്റർ കട്ട് ചെയ്യാം. ഈ വയറിനെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് CCTVൻ്റെ കേബിൾ വാങ്ങിക്കാൻ കിട്ടും. ഒരു കേബിളിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ചെറിയ ചെറിയ കേബിളുകളുള്ള കേബിൾ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അതൊരു 8-10 മീറ്റർ വാങ്ങിച്ചിട്ട് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കളർ കോഡ് ഈ രണ്ട് പീസായി കഴിഞ്ഞാൽ 2 വശത്തുള്ള കളർ കോഡുകൾ അനുസരിച്ചിട്ട് അത് സോൾഡർ ചെയ്ത് സ്ലീവ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് വേണ്ട ഒരു ലെങ്ത്തിൽ ഇത് എടുക്കാൻ വേണ്ടി പറ്റും. ഈ സംഭവം അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ലൈവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പാട്ടിൻ്റെ അസുഖമുള്ള ആളുകൾക്ക് ചെയ്യേണ്ട കാര്യം, ഈ മൊബൈൽ 1 മൊബൈൽ 2 എന്നുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് മൊബൈലിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്ക്, കണ്ടൻസ്ഡ് മൈക്കാണെങ്കിൽ അത് ഇവിടെ കൊടുക്കുക, അതുപോലെ ഡൈനാമിക് മൈക്കാണെങ്കിൽ അത് ഇവിടെ കൊടുക്കുക. പിന്നെ ഈ ഹെഡ്സെറ്റ് എന്നുള്ളത് നമുക്ക് ട്രാക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. കൃത്യമായ വോയിസിൽ ഇതിൽ വരുന്നുണ്ടോ എന്നുള്ളത് ഇതിലൊരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെവിയിൽ വെച്ച് നോക്കിയാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഇത്രയൊക്കെയാണ് ഈ സൗണ്ട് കാർഡിൻ്റെ സംവിധാനം വരുന്നത്. പിന്നെ ഇതിൽ ഒരുപാട് പലതരത്തിലുള്ള വോയിസുകൾ, അതുപോലെ ക്ലാപ്പ് ചെയ്യുന്നത്, പിന്നെ വലിയ ക്രൗഡായ ഭാഗത്തുനിന്ന് ആളുകൾ സൗണ്ട് ഉണ്ടാക്കുന്ന വോയിസ്, അതുപോലെ നമ്മളെ വോയിസ് തന്നെ നമുക്ക് പല രീതിയിലും മാറ്റിയിട്ട് ഇതിൽ സംസാരിക്കാനൊക്കെ പറ്റും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നും വലിയ കാര്യങ്ങളില്ല. പിന്നെ ഇതിൽ വരുന്ന ഒരു വിഷയം കൂടെ പറയാം. നമ്മൾ ഇതിൽ ഒരു ലൈവ് പരിപാടി നടക്കുമ്പോൾ നമുക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മൊബൈലിൻ്റെ ചാർജ് നിൽക്കുക, ലൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം 1 മണിക്കൂർ ഇല്ലെ ഒരു 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആ ഫോണിൻ്റെ ചാർജ് തീരും. ഞാനങ്ങനെ ചെയ്തിട്ട് 1 മണിക്കൂർ 24 മിനിറ്റാന്ന് തോന്നുന്നു. ഫോൺ വളരെ ഹീറ്റാവുകയും ചെയ്തു. അതുപോലെ ബാറ്ററി നിന്നിട്ട് ആ പരിപാടി പകുതി വഴിക്ക് വെച്ചിട്ട് കട്ടാവുകയാണ് ചെയ്തത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ സി കണക്ട് ചെയ്യുന്ന ഫോണിൻ്റെ പ്രശ്നമാണ് പറയുന്നത്. ഈ സി ടൈപ്പ് പിന്ന് കണക്ട് ചെയ്തു. പിന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ ഓഡിയോയും നമ്മൾ കൊടുത്തു, പക്ഷേ അതിലേക്ക് ചാർജ് ചെയ്യാനുള്ള പിന്നീട് ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നമുക്ക് ചാർജോടെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനുള്ള കേബിൾ നമുക്ക് വാങ്ങിക്കണം. ഞാൻ വാങ്ങിക്കുന്നുണ്ട്. അത് എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് അതിനെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാർജിങ്ങും നടക്കും, അതുപോലെ ഇതിൻ്റെ ഓഡിയോയും കണക്ട് ചെയ്യൽ നടക്കും. ഞാൻ ഓർഡർ ചെയ്ത സാധനം എനിക്ക് വന്നിട്ട് ഞാൻ പിന്നീട് അതിനൊന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ജസ്റ്റ് ഇങ്ങനെയൊക്കെയാണ് ഈ സൗണ്ട് കാർഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം.